അതുല്യെ ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്ന് ഭർത്താവ് സതീഷ്. രണ്ടാമത്തെ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചത് വിഷമമുണ്ടാക്കി. അജ്മാനിൽ പോയി മദ്യപിച്ച് തിരിച്ചു വന്നപ്പോഴാണ് മൃതദേഹം കണ്ടതെന്നും അതുല്യ ആത്മഹത്യ ചെയ്തതല്ല എന്നും സതീഷ് പറഞ്ഞു. കഴിഞ്ഞ നവംബറിൽ അതുല്യ പ്രഗ്നൻ്റ് ആയിരുന്നു. 2-3 months പ്രഗ്നൻ്റ് ആയിരുന്നു. അവൾ നാട്ടിലോട്ട് പോയി. എൻ്റെ പെർമിഷൻ ഇല്ലാതെ അവൾ അബോർട്ട് ചെയ്തു. എന്തിനാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ആഘോഷം നടന്നത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതുല്യം ഭയങ്കര പൊസസീവ്നെസ് ആണ്. ഞാനും അത് തന്നെയാണ്. അപ്പം ഞാനൊരാളുടെ മിണ്ടുന്നതോ അല്ലെങ്കിൽ ഞാനൊരു കൂട്ടുകാരോടെ പോകുന്നതോ പുറത്തു പോയി കഴിക്കുന്നതോ റിലേറ്റീവ്സിൻ്റെ കൂടെ പോയി കാണിക്കുന്നതോ ഒന്നും അതുല്യക്ക് ഇഷ്ടമല്ല. അതിൻ്റെ പേരിൽ തന്നെ എനിക്കിപ്പം എൻ്റെ അമ്മയോട് പോലും ഞാൻ മിണ്ടാറില്ല. അന്ന് നടക്കുമ്പോൾ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ അവളിങ്ങനെ ഫാനിൽ ഹാങ് ചെയ്തിട്ട് കാല് പൊക്കാവുന്ന രീതിയിൽ കാല് മടങ്ങി ഒക്കെ നിൽക്കായിരുന്നു. ആ ലെവലാണ് ഞാൻ കാണുന്നത്. സുധീൻ ഷാർജയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിനോജ, ഇപ്പോൾ സതീഷിന്റെ പ്രതികരണം നോക്കുകയാണെങ്കിൽ ആത്മഹത്യ ചെയ്തതായിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദുരൂഹതയെ ആരോപിക്കുകയാണോ? എന്താണ് ഇയാളുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ വ്യക്തമാക്കേണ്ടത്? സതീഷും പറയുന്നത് അതുല്യ ആത്മഹത്യ ചെയ്യില്ല എന്നാണ്. അത്തരമൊരു വ്യക്തിത്വമല്ല, വളരെ ബോൾഡായ വ്യക്തിത്വമാണ്. താനായിട്ട് ഉപദ്രവിക്കുകയും തിരിച്ചും ഉപദ്രവമൊക്കെ ഉണ്ടാവുമെങ്കിലും പരസ്പരം വളരെ സ്നേഹത്തിലായിരുന്നു. പക്ഷേ ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹവും ചില സംശയങ്ങൾ പറയുന്നു. താൻ വീട് പൂട്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരു താക്കോലേ ഉള്ളൂ. അതിൽ അതുല്യ വീട് പൂട്ടിയിട്ടിരുന്നു. പക്ഷേ തിരിച്ചു വരുമ്പോൾ വാതിൽ തുറന്നു കിടപ്പുണ്ടായിരുന്നു. അതോടൊപ്പം അവിടെ വലിയ ഒരു കട്ടിലുണ്ടായിരുന്നു. അത് ഭാരമേറിയ കട്ടിലാണ്. അതാരോ പിടിച്ചു മാറ്റിയിട്ടുണ്ട്. അകത്ത് ഒരു മാസ്ക് ഉണ്ട്, അതേപോലെ ഒരു കത്തിയുണ്ട് എന്ന് പറയുന്നു. ഒരു ബട്ടൺസും താഴത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. തനിക്കും ചില കാര്യങ്ങളിൽ സംശയമുണ്ട്. ഇത് ആത്മഹത്യ ആവാൻ സാധ്യതയില്ല, മറ്റാരെങ്കിലും ചെയ്തതാവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നു. അതോടൊപ്പം അഥവാ ആത്മഹത്യ ആണെങ്കിൽ തന്നെ പേടിപ്പിക്കാനായി ആത്മഹത്യ ചെയ്യുന്നതായി ചിത്രീകരിക്കുന്നതിനിടയിൽ അബദ്ധം പറ്റിയതാകാം എന്നാണ് സതീഷ് പറയുന്നത്. ഇതിൽ വിശദമായ അന്വേഷണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഷാർജ പോലീസിനോടും ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫ്ളാറ്റിലെ CCTV അടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഇദ്ദേഹം താൻ ഉപദ്രവിക്കാറുണ്ട് എന്നും താൻ നിരന്തരം പതിവായി മദ്യപിക്കുന്ന ആളാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഭാര്യയെ കൊല്ലുന്ന വിധത്തിൽ ഒരു കൊലപാതകത്തിലുള്ള ആരോപണം അദ്ദേഹം നിഷേധിക്കുന്നു. മറിച്ച് മറ്റാരോ ചെയ്തതാണ്, അല്ലെങ്കിൽ അബദ്ധത്തിൽ ഇപ്പോൾ പോകുമ്പോൾ അജ്മാനിലേക്ക് പോകുന്ന വഴിക്ക് അതുല്യയുടെ ഒരു വീഡിയോ ലഭിച്ചിരുന്നു. അത് കുരുക്കിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ ആണ്. അത് തന്നെ പേടിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനിടയിൽ അബദ്ധം പറ്റിയതാണോ എന്നുള്ള കാര്യമാണ് സതീഷ് പറയുന്നത്. അമൃത. ശരി, ഷിനോജ് ഷംസുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.